السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അളവറ്റ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 54-ാം അധ്യായം സൂറത്തു അൽ ഖമറിലെ 1 മുതൽ 49 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നാം പഠിച്ചു മനസ്സിലാക്കിയത്. പൂർവികരായ ഒരുപാട് തലമുറയെ സംബന്ധിച്ചും അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ സംബന്ധിച്ചും അവർ പ്രബോധനം ചെയ്ത വിഷയങ്ങളെ സംബന്ധിച്ചും അതിനോട് അവർ പ്രതികരിച്ചതും ആ പ്രതികരണത്തിനനുസൃതമായി നന്മയുടെ വക്താക്കൾക്ക് രക്ഷയും അല്ലാത്തവർക്ക് കഠിനമായ ശിക്ഷയും ലഭിച്ചതിനെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത്. അതിനുശേഷം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പരാജയം ഉടനെ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നാ കുല്ല ഷൈഇൻ ഖലഖനാഹു ബിഖദർ, എല്ലാറ്റിനെയും നാം ഒരു ഖദറിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ, ഒരു കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു ഖദറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിനെക്കുറിച്ചും കഴിഞ്ഞ ദർസിൽ നമ്മൾ വിശദീകരിച്ചു. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അംറുനാ ഇല്ലാ വാഹിദത്തുൻ കലംഹിൻ ബിൽ ബസർ വലഖദ് അഹ്ലക്നാ അശ്യാഅകും ഫഹൽ മിൻ മുദ്ദകിർ وكل شيء فعلوه في الزبر وكل صغير وكبير مستطر إن المتقين في جنات ونهر في مقعد صدق عند مليك مقتدر. എല്ലാ കാര്യങ്ങളും ഒരു ഖദറിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത്, നിലവിൽ വരുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമാ അംറുന, നമ്മുടെ കൽപ്പനയല്ല. അമ്ര കൽപ്പന, അമറ യഅ്മുറു അമ്രൻ, കൽപ്പിക്കുക. അമറ യഅ്മുറു അമ്രൻ. അമ്ര എന്ന് പറഞ്ഞാൽ കൽപ്പന അല്ലെങ്കിൽ കാര്യം. വമാ അമ്രുന, നമ്മുടെ കൽപ്പനയല്ല, ഇല്ലാ വാഹിദത്തുൻ, ഒരൊറ്റ കൽപ്പനയല്ലാതെ. വാഹിദത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റയൊന്ന്. ഇല്ലാ വാഹിദ, ഒരേ ഒരു കൽപ്പന മാത്രമാണ്. ഏതുപോലെയാണത്? കലംഹിൻ ബിൽ ബസർ, ലംഹ് പോലെയാണ്. ലമഹ യൽമഹു ലംഹൻ. ലമഹ എന്ന് പറഞ്ഞാൽ ഇമ വെട്ടുക, കണ്ണ് ഇമ വെട്ടുന്നതിനാണ് അത് പറയുന്നത്. ബിൽ ബസർ, കണ്ണുകൊണ്ടുള്ള ഒരു ഇമവെട്ടൽ പോലെയല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞാൽ കണ്ണ് ചുമ്മുന്ന നേരം. അപ്പോൾ
കണ്ണു ചിമ്മാനെടുക്കുന്ന സമയം എത്രയാണോ അതുപോലെയേ ഉള്ളൂ നമ്മുടെ കൽപ്പന. കലംഹിൻ ബിൽ ബസർ, കണ്ണുകൊണ്ടുള്ള ഒരു ഇമവെട്ടൽ, അത്രയും പെട്ടെന്നാണ് എന്നർത്ഥം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിനോട് ഉണ്ടാവൂ എന്ന ഒറ്റ കൽപ്പന മാത്രമേ ഉള്ളൂ. പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ അംറുഹു, നിശ്ചയമായും അള്ളാഹുവിൻ്റെ കൽപ്പന, കാര്യമെന്നുള്ളത്, ഇദാ അറാദ ഷൈഅൻ, അവൻ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ, അൻ യഖൂല ലഹു, അതിനോടവൻ പറയും, കുൻ, ഉണ്ടാവാൻ പറയും, ഫയക്കൂൻ, അപ്പോൾ അതുണ്ടായിത്തീരും. കുൻ ഫയക്കൂൻ, കുൻ എന്ന ഒറ്റ വാക്ക്, അതാണ് ഇല്ലാ വാഹിദ, ഒറ്റ കൽപ്പന മാത്രമേ ഉള്ളൂ. ഉണ്ടാവൂ എന്ന് പറഞ്ഞാൽ അതപ്പോൾ ഉണ്ടാകും. അപ്പോൾ നേരത്തെ ഖദറിനെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം പിന്നീട് അള്ളാഹുവിൻ്റെ അമ്രിനെ കുറിച്ച് പറയാനുള്ള കാരണം, ലൗഹുൽ മഹ്ഫൂദിൽ അവൻ ഖദറാക്കിയ കാര്യങ്ങളെ പിന്നീടവൻ സൃഷ്ടിക്കുന്നു. അപ്പോൾ സൃഷ്ടി നടത്തുന്നതിന് മുമ്പ് തന്നെ ഖദറിനെ നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുള്ളത്, പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലൗഹുൽ മഹ്ഫൂദ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ലൗഹുൽ മഹ്ഫൂദിൽ സൃഷ്ടിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ പിന്നീട് നിലവിൽ വരുന്നു, അതിനാണ് ഖദാ എന്ന് പറയുന്നത്. ഖദറാക്കിയ കാര്യങ്ങൾ നടപ്പിൽ വരുന്നതിനാണ് എന്ത് പറയുന്നത്? ഖദാ. അപ്പോൾ ഖദാ ഖദർ എന്ന് പറയുമ്പോൾ രണ്ടും ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നുവെങ്കിലും സൂക്ഷ്മാർത്ഥത്തിൽ രണ്ടിനും രണ്ട് അർത്ഥമാണുള്ളത്. ഖദർ എന്ന് പറഞ്ഞാൽ നേരത്തെ കണക്കാക്കലാണ്, ഖദാ എന്ന് പറഞ്ഞാൽ അത് നടപ്പിൽ വരലാണ്, അത് വിധിയായിട്ട് നടപ്പിൽ വരുന്നതിനാണ് ഖദാ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് അള്ളാഹുവിൻ്റെ ഖദറാണെന്ന് പറഞ്ഞാലും റെഡിയാണ്, അള്ളാഹുവിൻ്റെ ഖദാ ആണ് എന്ന് പറഞ്ഞാലും റെഡിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദറാക്കിയ ഒരു കാര്യം ഖദാ ആവുന്നതിന് മുമ്പ് സൃഷ്ടികളുടെ ദുആകളിലൂടെ അള്ളാഹു അതിനെ മാറ്റിയേക്കാം. ലാ യറുദ്ദുൽ ഖദാ ലാ യറുദ്ദുൽ ഖദറ ഇല്ല ദുആ, ലാ യറുദ്ദുൽ ഖദറ ഇല്ല ദുആ. ദുആ കൊണ്ട് ഖദർ നീങ്ങിപ്പോകുന്നു. അപ്പോൾ അള്ളാഹു നിശ്ചയിച്ച ഒരു ഖദർ സൃഷ്ടിയുടെ ദുആ കൊണ്ട് അതും നീങ്ങിപ്പോകും. പക്ഷേ ആ ആദ്യത്തെ ഖദറും പിന്നീടുള്ള ദുആയും പിന്നീടത് നീങ്ങിപ്പോകുന്നതും എവിടെ ഉണ്ടാവും? അതും ലൗഹുൽ മഹ്ഫൂദിലുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് രോഗം നിശ്ചയിക്കുന്നു, ശേഷം അള്ളാഹു അറിയുന്നു ആ വ്യക്തി ദുആ ചെയ്യും, ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് ശിഫ നൽകും. അപ്പോൾ രോഗം അള്ളാഹുവിൻ്റെ ഖദറിലുണ്ട്, പിന്നീട് അയാൾ ദുആ ചെയ്യുമെന്നുള്ളതും അള്ളാഹു രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്. പിന്നീട് ആ ദുആ കാരണത്താൽ അദ്ദേഹത്തിന് അള്ളാഹു ശിഫ നൽകുമെന്നുള്ളതും അള്ളാഹു മുൻകൂട്ടി അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഖദറിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ പോലും അള്ളാഹു മുൻകൂട്ടി അറിയുന്നു, എല്ലാ കാര്യങ്ങളും അള്ളാഹു മുൻകൂട്ടി അറിയുന്നു. സൃഷ്ടികൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുമെന്നത് അള്ളാഹു മുൻകൂട്ടി അറിയുന്നു. അപ്പോൾ നിർണിതമായി അവൻ നിശ്ചയിച്ച ആ ഖദറിനനുസരിച്ച് കാര്യങ്ങൾ ഇവിടെ നടപ്പിൽ വരുന്നു. അതാണ് വമാ അമ്രുന, നമ്മുടെ കൽപ്പന ഇല്ലാ വാഹിദ, ഒറ്റയൊന്നാണ്, കുൻ എന്ന് പറയൽ മാത്രമേ ഉള്ളൂ. കലംഹിൻ ബിൽ ബസർ, കണ്ണിമ വെട്ടുന്നത് പോലെയാണ്. അപ്പോൾ അന്ത്യസമയം സംഭവിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ പ്രഖ്യാപനം, ആ പ്രഖ്യാപനം കേൾക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇസ്രാഫീൽ എന്ന മലക്ക്. സൂർ എന്ന കാഹളത്തിൽ ഊതാൻ വേണ്ടി കാഹളം വായിൽ വെച്ച് ചുണ്ടോടടുപ്പിച്ച് കാതു കൂർപ്പിച്ച് നിൽക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഒരു ഓർഡർ കിട്ടുമ്പോൾ കലംഹിൻ ബിൽ ബസർ, കണ്ണിമ വെട്ടുന്ന അത്രയും എളുപ്പത്തിൽ അത് സംഭവിക്കും. അപ്പോൾ ഏത് കാര്യങ്ങളും അങ്ങനെയാണ്, അള്ളാഹു അത് കൽപ്പിക്കുന്നു, അതുണ്ടാകുന്നു. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ കാലങ്ങൾക്കുള്ളിൽ ജീവിക്കുന്നവനായതിനാൽ അവൻ്റെ കണ്ണിൽ ഒരു കാര്യം സംഭവിക്കുവാൻ ചിലപ്പോൾ സമയമെടുക്കുന്നതായി അവന് തോന്നിയേക്കാം. പക്ഷേ അവിടെയും അള്ളാഹുവിൻ്റെ കൽപ്പന ഒറ്റ കൽപ്പന മാത്രമാണ്, കുൻ ഫയക്കൂൻ, അതുണ്ടാകും. നമ്മുടെ കണ്ണിൽ ഒരുപക്ഷെ അതൊരു ദിവസം എടുത്ത് സംഭവിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ 10 വർഷമായിരിക്കും,
ഒരു ഗർഭാശയത്തിലൊരു കുഞ്ഞുണ്ടാവാൻ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കുൻ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞ് വലുതായി പ്രസവിച്ച് പുറത്തു വരിക എന്നുള്ളത് സമയമെടുക്കുന്നതായിരിക്കാം. അത് സമയം മനുഷ്യൻ്റെ മാത്രം അല്ലെങ്കിൽ സൃഷ്ടികൾക്ക് മാത്രം അനുഭവിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് സമയമെന്നത്. അതിനപ്പുറത്ത് സമയത്തിന് പ്രസക്തിയില്ല, സമയമില്ല എന്നർത്ഥം. അള്ളാഹുവിൻ്റെ അടുക്കൽ സമയമില്ല, സമയത്തിനതീതനാണ് അള്ളാഹു. കാരണം സമയമെന്നത് സൃഷ്ടിയാണ്, സമയം സൃഷ്ടിയാണ്, സ്രഷ്ടാവിന് സമയവുമായി ബന്ധമില്ല. വമാ അംറുന ഇല്ലാ വാഹിദത്തുൻ കലംഹിൻ ബിൽ ബസർ വലഖദ് അഹ്ലക്ന. വലഖദ് തീർച്ചയായും, ലഖദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും, അഹ്ലക്ന നാം നശിപ്പിച്ചിട്ടുണ്ട്. അഹ്ലക യുഹ്ലികു ഇഹ്ലാക്കൻ. അഹ്ലക്ന നാം നശിപ്പിച്ചിട്ടുണ്ട്. അഷിയാഅക്കും നിങ്ങളുടെ സഖ്യകക്ഷികളെ. ഷീഅത്ത് എന്ന് പറഞ്ഞാൽ സഖ്യം, കക്ഷി, ഗ്രൂപ്പ്. ഷീഅ അതിൻ്റെ ജംആണ് അഷിയാ. ഷീഅത്തിൻ്റെ ജംആണ് അഷിയാഉൻ, സംഘങ്ങൾ. നിങ്ങളുടെ സംഘങ്ങളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. ഫഹൽ മിൻ മുദ്ദക്കിർ എന്നിരിക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ ആലോചിച്ച് മനസ്സിലാക്കാൻ ആരെങ്കിലുമുണ്ടോ? അപ്പോൾ ഇവിടെ സഖ്യകക്ഷികൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അഷിയാഅക്കും നിങ്ങളുടെ ഗ്രൂപ്പുകളെ എന്ന് മക്കയിലെ അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തോടാണ് പറയുന്നത്. അതുകൊണ്ടുള്ള ഉദ്ദേശം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത, ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത, സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത, ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത, ഇവരെല്ലാമാണ്. അവരൊക്കെ നിഷേധിച്ചു. അപ്പോൾ അവരെയൊക്കെ നാം പിടികൂടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഇനി ആലോചിച്ച് മനസ്സിലാക്കി നിഷേധം കാണിക്കാതെ രക്ഷപ്പെടാൻ, രക്ഷയുടെ മാർഗം സ്വീകരിക്കാൻ ആരെങ്കിലുമുണ്ടോ എന്നാണ് ചോദ്യം. വലഖദ് അഹ്ലക്ന അഷ്യാഅക്കും ഫഹൽ മിൻ മുദ്ദക്കിർ. ഇദ്ദക്കറ എന്ന് പറഞ്ഞാൽ ആലോചിക്കുക, പഠിച്ചു മനസ്സിലാക്കുക, ചിന്തിച്ച് പാഠം ഉൾക്കൊള്ളുന്നതിനാണ് ഇദ്ദക്കറ യദ്ദക്കിറു ഇദ്ദിക്കാറൻ ഫഹുവ മുദ്ദക്കിറുൻ. ഫഹൽ മിൻ മുദ്ദക്കിർ ആലോചിച്ചു പഠിച്ചു മനസ്സിലാക്കാൻ ആരെങ്കിലുമുണ്ടോ? വകുല്ലു ഷൈഇൻ എല്ലാ കാര്യങ്ങളും, ഫഅലൂഹു അവർ പ്രവർത്തിച്ചത്, ഫഅല പ്രവർത്തിക്കുക, ഫഅല യഫ്അലു ഫിഅലൻ പ്രവർത്തി. വകുല്ലു ഷൈഇൻ എല്ലാ കാര്യങ്ങളും, ഫഅലൂഹു അവർ പ്രവർത്തിച്ചത്, ഫി സുബുർ അത് സുബുറിലുണ്ട്. സബൂറിൻ്റെ ജംആണ് സുബുർ. സബൂർ എന്ന് പറഞ്ഞാൽ ഏട്, കിതാബ്. കിതാബിനാണ് സബൂർ എന്ന് പറയുന്നത്. സുബുർ അതിൻ്റെ ബഹുവചനമാണ്. വകുല്ലു ഷൈഇൻ ഫഅലൂഹു ഫി സുബുർ അവർ പ്രവർത്തിച്ചതെല്ലാം രേഖകളിലുണ്ട്. അവർ പ്രവർത്തിച്ചതെല്ലാം, അതാണ് വകുല്ലു ഷൈഇൻ എല്ലാ കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും. ഷെയ് എന്ന് പറഞ്ഞാൽ അതീവ നിസ്സാരമായ മൈന്യൂട്ടായ കാര്യങ്ങൾ. എത്ര നിസ്സാരമാണോ, മനുഷ്യൻ്റെ ഒരു ചലനം പോലും, വിരലിൻ്റെ ഒരു അനക്കം പോലും, കണ്ണിൻ്റെ കാതിൻ്റെ നേരിയ ചലന വ്യത്യാസങ്ങൾ പോലും രേഖപ്പെടുത്തുന്നുണ്ട് എന്നാണ്. ഒരാൾ ദൃഷ്ടി കൊണ്ട് നോക്കുന്നത് പോലും, യഅലമു ഖായിനത്തൽ അയുനി കണ്ണുകളുടെ കട്ടുനോട്ടം അല്ലാഹു അറിയുന്നു, കണ്ണുകളുടെ വഞ്ചനാപരമായ നോട്ടം അല്ലാഹു അറിയുന്നു. അപ്പോൾ കണ്ണുകൾ കൊണ്ടുള്ള ചലനം പോലും ഫഅലൂഹു അവർ പ്രവർത്തിച്ചത് ഫി സുബുർ ഒരു രേഖയിലുണ്ട് എന്നാണ്. ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ സുബുർ അത് ലൗഹുൽ മഹ്ഫൂദാണ്. ലൗഹുൽ മഹ്ഫൂദ് എല്ലാ കാര്യങ്ങളും, സൃഷ്ടികളുടെ എല്ലാം അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുള്ള ഉമ്മുൽ കിതാബ്. വഇൻദഹു ഉമ്മുൽ കിതാബ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉമ്മുൽ കിതാബുണ്ട്, അതാണ് ലൗഹുൽ മഹ്ഫൂദ്. അപ്പോൾ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആ ലൗഹുൽ മഹ്ഫൂദിലുണ്ട്. ഒരാൾ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് അയാൾ ചെയ്ത കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ലൗഹുൽ മഹ്ഫൂദിലുണ്ട്. അയാൾ ജനിച്ചിട്ടേയില്ല, പക്ഷേ അയാളുടെ കർമ്മങ്ങളൊക്കെ എല്ലാം ഇന്നെന്ന രൂപത്തിലാണ് എന്നതിലുണ്ട്.
കാരണം അയാൾ ജനിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രവർത്തിക്കുമെന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മുൻകൂട്ടി തന്നെ അറിയാം, നേരത്തെ തന്നെ അറിയാം. അതൊക്കെ ആ രേഖകളിലുണ്ട്. വകുല്ലു ഷൈഇൻ ഫഅലൂഹു, അവർ പ്രവർത്തിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഫി സുബുർ, ആ രേഖകളിലുണ്ട്, ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വകുല്ലു സഗീരിൻ വകബീരിൻ മുസ്തതർ, വകുല്ലു സഗീരിൻ, എല്ലാ ചെറിയ കാര്യങ്ങളും, വകബീരിൻ, എല്ലാ വലിയ കാര്യങ്ങളും. സഗീർ എന്ന് പറഞ്ഞാൽ ചെറുത്, കബീർ എന്ന് പറഞ്ഞാൽ വലുത്. വകുല്ലു സഗീരിൻ വകബീരിൻ മുസ്തതറുൻ, ഇസ്തതറ എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തുക. ഇസ്തതറ യസ്തതിറു ഇസ്തിതാറൻ, ഇസ്തതറ യസ്തതിറു ഇസ്തിതാറൻ, രേഖപ്പെടുത്തുക. മുസ്തതിർ എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തുന്ന ആൾ, മുസ്തതർ എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തപ്പെടുന്നത്. അപ്പോൾ വകുല്ലു സഗീരിൻ, എല്ലാ ചെറിയ കാര്യങ്ങളും, വകബീരിൻ, വലിയ കാര്യങ്ങളും, മുസ്തതറുൻ, രേഖപ്പെടുത്തപ്പെടുന്നതാകുന്നു. ഈ പറഞ്ഞത് മറ്റൊരു രേഖപ്പെടുത്തലാണ്. അതേതാണ്? മനുഷ്യൻ്റെ കർമ്മങ്ങൾ മലക്കുകൾ രേഖപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ളത്. വ ഇന്ന അലൈക്കും ലഹാഫിളീൻ, വ ഇന്ന അലൈക്കും, നിങ്ങളുടെ മേലുണ്ട് എന്നാണ്. ലഹാഫിളീൻ, ഹാഫിളീങ്ങൾ, ഹിഫ്ള് എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക എന്നാണ്. വിട്ടുപോവാതെ, നഷ്ടപ്പെട്ടു പോവാതെ സൂക്ഷിക്കുന്നതിനാണ് ഹിഫ്ള് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ മനുഷ്യൻ്റെ കൂടെയും അള്ളാഹു നിശ്ചയിച്ച ഈ ഹാഫിളുകളുണ്ട്. അത് നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൂടെയുണ്ട്. നാം ഒറ്റക്കാണെങ്കിലും നമ്മൾ കൂട്ടം കൂടിയിരിക്കുകയാണെങ്കിലും നമ്മുടെ കാര്യത്തിൽ നിശ്ചയിക്കപ്പെട്ടവർ നമ്മുടെ ചുറ്റിലും നിൽക്കുന്നുണ്ട്. പക്ഷേ എനിക്കും നിങ്ങൾക്കും കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രം. അവർ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ഒരു ഹർഫ് രേഖപ്പെടുത്തപ്പെടാതിരിക്കുന്നില്ല. മനുഷ്യൻ അശ്രദ്ധനാവുന്ന ഒരു കാര്യമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മാ യൽഫിദു മിൻ ഖൗലിൻ, ഖൗലിൽ നിന്ന് ഒരു ലഫ്ളും പുറത്തേക്ക് വരുന്നില്ല. ഇല്ലാ ലദൈഹി, അവൻ്റെ അടുക്കൽ ഉണ്ടായിക്കൊണ്ടല്ലാതെ. റഖീബുൻ, റഖീബ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം അതീവ സൂക്ഷ്മമായ നിരീക്ഷണത്തിനാണ് റഖീബ് എന്ന് പറയാം. മുറാഖബത്ത്, അത്വരീഖു മുറാഖബത്തുൻ ബിർ റഡാർ എന്ന് എഴുതി വെച്ച് കാണാം. റഡാറിൻ്റെ ആ ഒരു നോട്ടത്തിലാണ് ഈ റോഡുള്ളതെന്നാണ്. എന്താണ്? സൂക്ഷ്മമായ നോട്ടമാണ്. ഒരു ആക്സിഡൻറ്റ് പറ്റിയാൽ അതേതാണ് വണ്ടി കൃത്യമായി നിരീക്ഷിക്കുന്നത് പോലെ. അപ്പോൾ റഖീബ് എന്ന് പറഞ്ഞാൽ അതീവ സൂക്ഷ്മമായി വിട്ടുപോകാതെ അബദ്ധം പറ്റാതെയുള്ള രേഖപ്പെടുത്തലാണ്. അപ്പോൾ അതുകൊണ്ട് റഖീബായ അതീദ്, അതീദ് എന്ന് പറഞ്ഞാൽ സദാസന്നദ്ധൻ. മനുഷ്യനാണെങ്കിൽ ക്ഷീണമുണ്ടാകും, ഉറക്കുണ്ടാവും, അശ്രദ്ധ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കാര്യം എഴുതി വെക്കാൻ ഒരു മനുഷ്യനെയാണ് ഏൽപ്പിച്ചതെങ്കിൽ അയാൾ ചിലപ്പോൾ ഉറങ്ങിപ്പോയാൽ ഇത് എഴുതി വെക്കാൻ പറ്റില്ല. അശ്രദ്ധനായാൽ എഴുതി വെക്കാൻ പറ്റില്ല. മനസാന്നിധ്യം പോയാൽ എഴുതി വെക്കാൻ പറ്റില്ല. പല കാര്യങ്ങളുണ്ട്. പക്ഷെ മലക്കിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഉറങ്ങേണ്ട ആവശ്യമില്ല, ഭക്ഷണം കഴിക്കാൻ പോകേണ്ടതില്ല, അങ്ങനെയുള്ള യാതൊന്നുമില്ല. അതാണ് അതീതായ സദാസന്നദ്ധനും അതീവ സൂക്ഷ്മമായി കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു മലക്ക് തൊട്ടടുത്ത് ഇല്ലാതെ നിങ്ങളാരും ഒരു ഹർഫ് പോലും ഉച്ചരിക്കുന്നില്ല എന്നാണ്. അതെല്ലാം അത് കുല്ലു സഗീരിന്നാണ്. എല്ലാ ചെറുതുകളും, ഏതെങ്കിലും ചെറുത് വിട്ടുപോകില്ല. മിസ്കാല് ദർറത്താണെങ്കിൽ പോലും ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറഹ്. ദർറത്ത് എന്ന് പറഞ്ഞാൽ ഉറുമ്പിനാണ് പറയുക. മിസ്കാല ദർറത്ത് എന്ന് പറഞ്ഞാൽ ഉറുമ്പിൻ്റെ അത്രയും ചെറുത്. ഇനി അതിനേക്കാൾ അണുവിന്, ആറ്റത്തിന് ഇപ്പോൾ ആ വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. അത്രയും ചെറുത് നന്മയാണെങ്കിൽ അത് രേഖപ്പെടുത്തും. അത്രയും ചെറുത് തിന്മയാണെങ്കിൽ, തെറ്റ് എത്ര ചെറുതാണെങ്കിലും അതും രേഖപ്പെടുത്തുന്നുണ്ട്. എത്ര ചെറിയ തെറ്റും അയാളുടെ പേരിൽ ഇന്നാൾ
ഇന്നത് ചെയ്തു എന്ന് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അതാണ് വകുല്ലു സഗീരിൻ വകബീരിൻ മുസ്തതറുൻ. എല്ലാ ചെറുതും എല്ലാ വലുതുമായ കാര്യങ്ങളൊക്കെ ഈ മലക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. കിറാമൻ കാതിബീൻ. കിറാമൻ അവർ മാന്യന്മാരാണെന്നാണ്. കാതിബീൻ മാന്യന്മാരായ എഴുത്തുകാരാണെന്നാണ്. അതെന്തുകൊണ്ടാണ് മാന്യന്മാരെന്ന് പറയാൻ കാരണം, മനുഷ്യരുടെ കൂട്ടത്തിലെ എഴുത്തുകാർ ചതിയും വഞ്ചനയും കാണിക്കും. ചെയ്യാത്തത് ചിലപ്പോൾ എഴുതി വെക്കും, ചെയ്തത് വിട്ടുകളയുകയും ചെയ്യും. ഇവരങ്ങനെയല്ല. നിങ്ങൾ ചെയ്തതേ എഴുതൂ, ചെയ്യാത്തതൊന്നും എഴുതൂല. അതുകൊണ്ട് തന്നെ മഹ്ശറിൽ അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമുണ്ട്. കർമ്മരേഖ മനുഷ്യനെ കാണിച്ചിട്ട് വായിക്കാൻ പറയും. ഇഖ്റ കിതാബക് കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബ. നിൻ്റെ കർമ്മരേഖ നീ തന്നെ ഒന്ന് വായിച്ചു നോക്ക്. ഇന്ന് നിനക്ക് തന്നെ നിന്നെ വിചാരണ ചെയ്യാൻ സാധിക്കുന്നതാണ്. നീ അതിന് പര്യാപ്തനാണ്. വേറെ ഒരാളും നിന്നെ വിചാരണ ചെയ്യണ്ട. നീ ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്ക്. എന്നാൽ നിനക്ക് മനസ്സിലാകും നീ സ്വർഗത്തിലാണോ നരകത്തിലാണോ. അപ്പോൾ മനുഷ്യനത് വായിക്കും. ശേഷം അള്ളാഹു അയാളോട് ചോദിക്കുന്നതാണ്, അള്ളാലെ മക്ക നിന്നോട് ളുൽമ് കാണിച്ചിട്ടുണ്ടോ? ഹാഫിളീങ്ങളായി ഞാൻ നിശ്ചയിച്ച ആ മലക്കുകൾ അളലമക് നിന്നോട് എന്തെങ്കിലും ളുൽമ് കാണിച്ചതായി നിനക്ക് തോന്നുന്നുണ്ടോയെന്നും. അപ്പോൾ മനുഷ്യൻ ഇല്ല എന്ന് നിഷേധിക്കുന്നതാണ്. ഇതൊക്കെ ഞാൻ ചെയ്തതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വവുളിയൽ കിതാബു ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. വവുളിയൽ കിതാബ്, അന്ന് കർമ്മരേഖ ഹാജരാക്കപ്പെടും. മനുഷ്യൻ മഹ്ശറിൽ വരുമ്പോൾ അവൻ്റെ കൂടെ ഒരു മലക്കുണ്ടാകും, ഷാഹിദായ മലക്ക്. വജാഅത് കുല്ലു നഫ്സിൻ മഅഹ സായിഖു വശഹീദ്. അന്ന് എല്ലാ മനുഷ്യന്മാരും വരും, അവരെ തെളിച്ചു കൊണ്ടുപോകുന്നൊരു മലക്കുമുണ്ടാകും. വശഹീദ്, അയാളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ആ മലക്ക് ഇറ്റ്സെൽഫ്, ആ മലക്ക് തന്നെ ഉണ്ടാവും. ആ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ മലക്ക്, ആ സാക്ഷി. ഈ കിതാബ് ഉണ്ടാവും. അപ്പോൾ വുദിഅൽ കിതാബ്, മഹ്ശറിൽ അത് വെക്കപ്പെടും. ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി. അപ്പോൾ ജുർമ് ചെയ്ത അക്രമികളായ ആളുകൾ അതിലുള്ളത് കണ്ട് ആകെ പേടിച്ച് ബേജാറായി നിൽക്കുന്നൊരു സന്ദർഭം. എന്നിട്ട് അവർ പറയും, മാലി ഹാദൽ കിതാബ്, ഇതെന്തൊരു പുസ്തകമാണ്, ഇതെന്തൊരു രേഖയാണ്, മനുഷ്യൻ്റെ സങ്കല്പത്തിനപ്പുറത്തുള്ളൊരു രേഖയാണത്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ. ചെറുതായ വലുതായ ഒരു കാര്യവും അത് രേഖപ്പെടുത്താതെ പോയിട്ടില്ല. എല്ലാം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഞാൻ എൻ്റെ സുഹൃത്തിനോട് സംസാരിച്ച A to Z കാര്യങ്ങൾ ഇതിലുണ്ട്. ഓരോ ലഫ്ളുകളുണ്ട്, ഓരോ ചലനങ്ങളുണ്ട്, ഓരോ നടത്തമുണ്ട്, ഓരോ ഫുഡ് സ്റ്റെപ്പുമുണ്ട്. ഒന്നുപോലും വിട്ടുപോയിട്ടില്ല. ഇല്ല അഹ്സാഹ, തീർന്നില്ല. വവജദൂ മാ അമിലൂ ഹാദിറാ. അതിൻ്റെ കൈഫിയത്ത് നമുക്കറിയില്ല. അവർ പ്രവർത്തിച്ചതൊക്കെ അവിടെ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. വവജദൂ മാ അമിലൂ ഹാദിറാ. അവിടെ ഹുദൂറിൽ അവർക്ക് ഭൂമിയിൽ വെച്ച് ചെയ്തതൊക്കെ റെക്കോർഡഡായിട്ട് അത് സ്ക്രീനിൽ കാണാൻ കഴിയുന്നതാണ്. അതേത് തരം സ്ക്രീനാണ്, എങ്ങനെയാണത് കാണുന്നത് അറിയില്ല. പക്ഷേ എല്ലാം റെക്കോർഡഡാണ്. ഏത് പാർട്ടാണ് കാണേണ്ടത്, നമ്മൾ CCTV ക്യാമറയിൽ ഒരു കാര്യം റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് ഏത് ഡേറ്റിലെ ഏത് സമയത്തതാണ് വേണ്ടത് എന്ന് നോക്കിയിട്ട് അത് കാണിക്കുന്ന രൂപത്തിൽ മനുഷ്യന് നിഷേധിക്കാൻ പറ്റാത്ത വിധം അവൻ പോയത് വന്നത് പറഞ്ഞത് വിത്ത് സൗണ്ട് അടക്കം കൃത്യമായി അവിടെ കാണാൻ പറ്റുന്നതാണ്. വലാ യദ്ലിമു റബ്ബുക അഹദ, നിൻ്റെ റബ്ബ് ഒരാളോട് ദുൽമ കാണിക്കൂല എന്നാണ്. എന്തിനാ അത് പറഞ്ഞത്? കാരണം ഒക്കെ റെക്കോർഡഡാണ്. വീഡിയോ നോക്കിക്കോളൂ. ഈ വീഡിയോയിലില്ലാത്ത, നിങ്ങൾ ചെയ്യാത്തൊന്നും ഈ വീഡിയോയിലില്ല. അപ്പോൾ ഇത് മഹ്ശറിൽ ആളുകൾക്കിടയിൽ കാണിക്കപ്പെടും, ജനങ്ങൾക്കിടയിൽ കാണിക്കപ്പെടും. അവിടെയാണ് മഗ്ഫിറത്തിൻ്റെ പ്രസക്തി വരുന്നത്, ഇസ്തിഗ്ഫാറിൻ്റെ പ്രസക്തി വരുന്നത് അവിടെയാണ്. ഒരാളൊരു അമല് ചെയ്തു, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. അള്ളാഹു അത് സ്വീകരിച്ചാൽ ആ അമല് ഡിലീറ്റ് ചെയ്യുന്ന പറഞ്ഞത്. മഗ്ഫിറത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ശരിക്കും ഡിലീറ്റ് ചെയ്യാന്നാണ്.
അപ്പോൾ ആ ഫയൽ ഡിലീറ്റ് ചെയ്യും. അത് പിന്നെ അവിടെ ഉണ്ടാവില്ല, അവിടെ കാണിക്കപ്പെടില്ല. എത്രമാത്രം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ ഏടുകളിൽ മഗ്ഫിറത്ത് കൂടുതൽ കണ്ടവൻ രക്ഷപ്പെട്ടു, വിജയിച്ചു. കാരണം അവൻ്റെ തിന്മകളൊക്കെ അള്ളാഹു ഡിലീറ്റ് ചെയ്ത് കളയും, മായ്ച്ച് കളയും. നന്മകൾ മാത്രമേ കാണുകയുള്ളൂ, അത് മാത്രമേ കാണിക്കപ്പെടുകയുള്ളൂ, അവർക്ക് വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് വിഷയം വളരെ ഗൗരവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വകുല്ലു ഷൈഇൻ ഫഅലൂഹു ഫിസ്സുബുർ, അവർ പ്രവർത്തിച്ചതെല്ലാം ലൗഹുൽ മഹ്ഫൂദിലുണ്ട്. വകുല്ലു സഗീരിൻ വകബീരിൻ മുസ്തതർ, അവർ പ്രവർത്തിച്ച ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇന്നൽ മുത്തഖീന, പിന്നീട് പറയുന്നത് ഇന്നൽ മുത്തഖീന, നിശ്ചയം മുത്തഖീങ്ങൾ, തഖ്വയുള്ളവർ. ഇത്തഖ യത്തഖി ഇത്തിഖാഅൻ വഹുവ മുത്തഖി. ഇത്തഖ എന്ന് പറഞ്ഞാൽ കാത്തു സൂക്ഷിക്കുക, കാവലിനെ സ്വീകരിക്കുക. ഇന്നൽ മുത്തഖീന, നിശ്ചയമായും തഖ്വയുള്ളവർ, സൂക്ഷ്മത പാലിച്ചവർ, ധർമ്മനിഷ്ഠ പാലിച്ചവർ. ഫീ ജന്നാത്തിൻ, അവർ പൂന്തോപ്പുകളിലായിരിക്കും. ജന്നത്തിൻ്റെ ജംആണ് ജന്നാത്ത്, പൂന്തോട്ടം, ഗാർഡൻസ്. ഫീ ജന്നാത്തിൻ വനഹർ, അതുപോലെ തന്നെ പുഴകളിലുമായിരിക്കും. നഹറുൻ എന്ന് പറഞ്ഞാൽ ജംഉഹു അൻഹാർ, പുഴ, അരുവികൾ, നദികൾ, അവയിലായിരിക്കും. അപ്പോൾ ഇവിടെ കുല്ലു സഗീരിൻ വ കബീരിൻ മുസ്തതർ, എല്ലാ ചെറുതും വലുതും രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഇന്നൽ മുത്തഖീന, നിശ്ചയമായും മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തഖ്വയുള്ളവരെ കുറിച്ച് പറയാനുള്ള കാരണം, ഈ ബോധത്തോടുകൂടി ജീവിക്കുന്നവനാണ് മുത്തഖി. എൻ്റെ എല്ലാ ചെറുതും വലുതുമായ വാക്കുകളും പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും നല്ലതായിരിക്കണം, എല്ലാ തിന്മകളിൽ നിന്നും ഞാൻ വിട്ടു നിൽക്കണം. ഇങ്ങനെ ചിന്തിച്ച് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും നന്മയിൽ മുന്നേറുകയും ചെയ്യുന്നവനാണ് മുത്തഖി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കുന്നതിനാണ് തഖ്വ എന്ന് പറയുന്നത്. വിധിവിലക്കുകൾ പാലിക്കലാണെന്ത്? തഖ്വ. വിധിവിലക്കുകൾ പാലിക്കുന്നതിനാണ് തഖ്വ എന്ന് പറയുന്നത്. ഇന്നൽ മുത്തഖീന, നിശ്ചയമായും തഖ്വയോടുകൂടി, ഈ ഒരു സൂക്ഷ്മതാ ബോധത്തോടുകൂടി, കർമ്മങ്ങളെല്ലാം രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് എന്ന ബോധ്യത്തോടുകൂടി ജീവിക്കുന്ന ആളുകൾ. ഫീ ജന്നാത്തിൻ, അവർ സ്വർഗത്തോപ്പുകളിലായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരുപാട് തോട്ടങ്ങളുണ്ട് എന്നാണ്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായത്തിൽ അത് വരുന്നുണ്ട്, സൂറത്തുർ റഹ്മാൻ. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് 2 സ്വർഗമുണ്ട്. 2 സ്വർഗം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്വർഗത്തിൽ തന്നെ വേറെ ഒരുപാട് ഉപസ്വർഗങ്ങളുണ്ട് എന്നാണ്. പിന്നെ അതിന് പുറമെ അത് രണ്ടും സ്വർണം കൊണ്ടുള്ളതായിരിക്കും. ഈ പറയപ്പെട്ട 2 സ്വർഗലോകം ഒരാൾക്ക് കൊടുക്കുന്നത് അത് കംപ്ലീറ്റ്ലി സ്വർണം കൊണ്ടാണ് അതിലെ എല്ലാ നിർമ്മിതികളും എന്നാണ്. കംപ്ലീറ്റ് സ്വർണവും പിന്നെ രത്നങ്ങളും പവിഴങ്ങളും മുത്തുകളും കൊണ്ടാണ് അതിൻ്റെ നിലങ്ങളും മറ്റും സംവിധാനിച്ചിട്ടുള്ളത്. എന്നിട്ട് അവർക്കുള്ള മഹത്വം ഇങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും അല്ലാഹു പറയാണ്, വമിൻ ദൂനിഹിമാ ജന്നതാൻ, അതിന് പുറമെ വേറെ 2 കൂടിയുണ്ട്. മിനിമം കേസാണ് പറയുന്നത്, മിനിമം. അപ്പോൾ എത്രയായി? 4. അത് വെള്ളി കൊണ്ടുള്ളതാണ്. ഈ പറഞ്ഞ 2 സ്വർഗങ്ങൾ വെള്ളി കൊണ്ടുള്ളതാണ്. അതിലെല്ലാ നിർമ്മിതികളും വെള്ളിയുടെ നിറവും വെള്ളിയുമായി ബന്ധപ്പെട്ടതുമാണ്. അപ്പോൾ ഒരാൾക്ക് തന്നെ മിനിമം 4 സ്വർഗലോകങ്ങളുണ്ട്. അതിനപ്പുറത്ത് വേറെയും ഒരുപാട് ജന്നത്തുകൾ. അതാണ് ഫീ ജന്നാത്തിൻ വനഹർ, പുഴകളിലുമായിരിക്കും. ഏതൊക്കെയാണ് ആ പുഴകൾ? സൂറത്ത് മുഹമ്മദിൽ പറയുന്നുണ്ട്, ഫീഹ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ വ അൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമു വ അൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശാരിബീൻ വ അൻഹാറും മിൻ അസലിൻ മുസഫ. ശുദ്ധമായ ക്ലിയർ വാട്ടർ, ഒരു കലർപ്പും കാണാത്ത വെള്ളം, ഒരു കലർപ്പുമില്ലാത്ത മദ്യം, ഒരു കലർപ്പുമില്ലാത്ത തേന്, അങ്ങേയറ്റം മധുരമുള്ള തേന്, അതേപോലെ തന്നെ ശുദ്ധമായ പാല്, പാലിൻ്റെ പുഴകളുണ്ട് എന്നാണ്.
തേനിൻ്റെ പുഴകളുണ്ട്, മദ്യത്തിൻ്റെ പുഴകളുണ്ട്, ശുദ്ധമായ വെള്ളത്തിൻ്റെ പുഴകളുണ്ട്. അതിലെ ചേരുവകളെക്കുറിച്ച് വേറെയും പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അതാണ് ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഹർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അത്തരം ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനു പുറമെ ഫീ മഖഅദി സിദ്ഖിൻ, അവരെവിടെയാണ്? ഫീ മഖഅദ്. മഖഅദ് എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം, ഖഅദ എന്ന് പറഞ്ഞാൽ ഇരിക്കുക, യഖഅദു ഖുഊദൻ ഇരിക്കൽ, മഖഅദ് ഇരിക്കുന്ന സ്ഥലം, ഇരിപ്പിടം. ഫീ മഖഅദി സിദ്ഖിൻ, സത്യസന്ധതയുടെ ഇരിപ്പിടത്തിൽ, സ്ഥാനം എന്നർത്ഥം. സത്യസന്ധമായൊരു സ്ഥാനം, ഉന്നതമായൊരു പദവി. എവിടെ? ഇൻദ മലീക്കിൻ, ഒരു രാജാവിൻ്റെ അടുത്ത്. ഇൻദ മലീക്കിൻ, ഒരു രാജാവിൻ്റെ അടുത്ത്. എങ്ങനെയുള്ള രാജാവ്? മുഖ്തദിരിൻ, കഴിവുറ്റവനായ. ഇഖ്തദറ എന്ന് പറഞ്ഞാൽ കഴിയുക, ഇഖ്തിദാർ എല്ലാം കഴിയുന്നവൻ. മുഖ്തദിർ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും കഴിവുള്ളവനായ അത്യുന്നതനായ രാജാവിൻ്റെ അടുത്ത് സത്യസന്ധതയുടെ ഒരു ഇരിപ്പിടമുണ്ടാകുന്ന, അത് ഏറ്റവും വലിയ സ്ഥാനമാണ്. അള്ളാഹുവിനെ സ്വർഗലോകത്ത് വെച്ച് കാണാൻ പറ്റുന്ന, അത് വിശ്വാസികൾക്ക് മുത്തഖീങ്ങൾക്ക് മാത്രമാണ്. ആ റബ്ബിനെ കാണാനും റബ്ബിൻ്റെ സാന്നിധ്യം അറിയാനും ആ റഹ്മാനായ റബ്ബിൻ്റെ സാമീപ്യം ലഭിക്കാനും പടച്ച റബ്ബിൻ്റെ റിദ്വാൻ, അവൻ്റെ തൃപ്തി ലഭിക്കാനും ഒക്കെ മുത്തഖീങ്ങൾക്ക് സാധിക്കും. അങ്ങനെ സ്വർഗലോകത്ത് ഉന്നതമായ ദറജകളിൽ റഹ്മാനായ റബ്ബ്, ആ റബ്ബിൻ്റെ അർശ് ജന്നാത്തുൽ ഫിർദൗസിൻ്റെ നേരെ മേലെയാണ് അള്ളാഹുവിൻ്റെ അർശ് എന്നാണ്. അതിന് നേരെ താഴെയാണ് സ്വർഗലോകം. അപ്പോൾ അത്രയും റബ്ബിൻ്റെ അടുത്താണ് സ്വർഗലോകം, അള്ളാഹുവിൻ്റെ അടുത്താണ് സ്വർഗലോകം. അതാണ് ഫീ മഖാദി സിദ്ഖിൻ ഇൻദ മലീക്കിൻ മുഖ്തദിർ, കഴിവുറ്റവനായ ഒരു ഭരണാധികാരിയുടെ അടുത്ത്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സത്യസന്ധമായൊരു സ്ഥാനം, ഒന്നും ഭയപ്പെടാനില്ലാത്ത, ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനുൻ, ഒരു പേടിയും ഉണ്ടാവില്ല, ഒരു സങ്കടം ഉണ്ടാവില്ല. അത്രയും ഉന്നതമായൊരു ദർജയിലെത്താൻ തഖ്വ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഗംഭീരമായ അധ്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത്. അത്തരമൊരു ഇരിപ്പിടം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ. നമ്മുടെ ഈ പഠനം, ഖുർആനിൻ്റെ പഠനവും ഇതിനുവേണ്ടിയുള്ള നമ്മുടെ പരിശ്രമവും ഈ ഇരുത്തവുമൊക്കെ ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സൂറത്തുൽ ഖമർ അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവപ്പെട്ട വിഷയങ്ങൾ, ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, ഇഖ്തറബത്തി സ്സാഅതു വൻഷഖൽ ഖമർ, അന്ത്യസമയം അടുത്തിരിക്കുന്നു, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു തുടങ്ങിയ അത്ഭുത കാര്യങ്ങൾ കൊണ്ടാണ് തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ട് മനുഷ്യൻ്റെ നിഷേധത്തെക്കുറിച്ചും എത്ര മനസ്സിലാക്കിയാലും നന്ദികേട് കാണിക്കുന്ന മനുഷ്യനെക്കുറിച്ചും അള്ളാഹു വിശദീകരിച്ചു. പൂർവ്വകാല പ്രവാചകന്മാർ സത്യത്തിലേക്ക് അവരെ ക്ഷണിച്ചതും അവരതിനെ നിരാകരിച്ചതും അതിൻ്റെ പേരിൽ അള്ളാഹു അവരെ പിടികൂടിയതും അള്ളാഹു വ്യക്തമാക്കി. പരിശുദ്ധ ഖുർആനിനെ പഠിക്കാനും മനസ്സിലാക്കാനും നിങ്ങൾക്ക് എളുപ്പമാക്കിയിരിക്കുന്നു എന്ന് ഈ അദ്ധ്യായത്തിൽ 4 സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ പറഞ്ഞ രൂപത്തിൽ മനുഷ്യൻ്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നതിനെക്കുറിച്ച്, അവൻ്റെ വിജയപരാജയങ്ങളെക്കുറിച്ച് അള്ളാഹു വിശദീകരിച്ചു. അവസാനം ഈ അദ്ധ്യായത്തെ അള്ളാഹു അവസാനിപ്പിക്കുന്നത് വളരെ ശ്രദ്ധേയമായ 2 ആയത്തുകളിലൂടെ, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഹർ. നിശ്ചയം ഖുർആനൊക്കെ പഠിച്ച് മനസ്സിലാക്കി സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന മനുഷ്യർക്ക് സ്വർഗലോകമുണ്ട്. താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളുണ്ട്. അത്യുന്നതനായ കഴിവുറ്റവനായ ഒരു രാജാവിൻ്റെ അടുക്കൽ സത്യസന്ധതയുടെ ഇരിപ്പിടവുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബാംഗങ്ങളെ, നമ്മുടെ ഇണകളെ, നമ്മുടെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. മുത്തഖീങ്ങൾക്ക് മാതൃകയായി തീരാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നാം പഠിക്കുന്ന ഖുർആനിലെ ഓരോ ആയത്തുകളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദി വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.